നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ പകൽ കേരളം ഞെട്ടലോടെ വാർത്ത കേട്ട നിരവധി വാർത്തകളുണ്ട്. ഇതിൽ കൊച്ചി കളമശ്ശേരിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു. ഇതോടൊപ്പം കണ്ണൂർ വളപട്ടണത്തെയും മലപ്പുറം പെരിന്തൽമണ്ണയിലെയും കവർച്ചാ കേസുകളും കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഗുണ്ടാ വിളയാട്ടവും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ആദ്യം പോകുന്നത് കൊച്ചി കളമശ്ശേരി വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിലേക്കാണ്. പെരുമ്പാവൂർ സ്വദേശിനി ജെയ്സി എബ്രഹാമിനെ ഡംബൽ കൊണ്ട് തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു. കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാമിന്റെ സുഹൃത്തുക്കളായ ഗിരീഷ് ബാബുവും ഖദീജയുമാണ് പിടിയിലായിരിക്കുന്നത്. സ്വർണവും പണവും കവരാനായിരുന്നു ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഹെൽമറ്റ് ധരിച്ച് അപ്പാർട്ട്മെന്റിലെത്തിയ യുവാവിനെ കേന്ദ്രീകരിച്ചും കൊല്ലപ്പെട്ട ജെയ്സിയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയത്. ജെയ്സിക്കൊപ്പം മദ്യപിച്ച പ്രതി ഗിരീഷ് ബാബു ഡംബൽ കൊണ്ട് അവരെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു. ഡാനി, ഒരാഴ്ച മുൻപാണ് ഈ ജെയ്സി എബ്രഹാം എന്ന വീട്ടമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഒരാഴ്ചയോളം പോലീസ് പ്രതിക്ക് വേണ്ടി ഇരുട്ടിൽ തപ്പുകയായിരുന്നു. ആകെ ലഭിച്ച സൂചന, ആ കൊല്ലപ്പെട്ട അന്ന് ജെയ്സി എബ്രഹാമിന്റെ വീട്ടിലേക്ക് ഹെൽമറ്റ് ധരിച്ചൊരു യുവാവ് എത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമായിരുന്നു പോലീസിന് ലഭിച്ചത്. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്? എന്തിനായിരുന്നു കൊലപാതകം? എങ്ങനെയായിരുന്നു കൊലപാതകം? ഇക്കാര്യങ്ങൾ പോലീസിന് വ്യക്തമായിട്ടുണ്ടോ? ടോം, ഇതില് കൊലപാതകം നടന്നു. അതിൽ ആദ്യം ഒരു സ്ത്രീ അവിടെ മുറിക്കകത്ത് അവരെ വാതിൽ തുറക്കാതിരുന്നതിനെ തുടർന്ന് അവരുടെ മകൾ പോലീസിനെ ബന്ധപ്പെടുത്തുന്നതിനനുസരിച്ചാണ് പോലീസ് ഇവിടെ അന്വേഷണത്തിന് ചെല്ലുന്നത്. പോലീസ് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതിനാൽ ചവിട്ടി തുറന്ന് അകത്ത് കയറുന്നൊരവസ്ഥ. അവിടെ ബാത്റൂമിൽ ഒരു സ്ത്രീ തലയ്ക്ക് പരിക്കേറ്റ് കിടക്കുന്ന രീതിയിലായിരുന്നു ആദ്യം ഈ സംഭവം ഉണ്ടാകുന്നത്. ആ രീതിയിലായിരുന്നു പുറത്തേക്ക് വിവരം അറിഞ്ഞത്. പക്ഷേ പോലീസിന് ചില സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോൾ അത് സംശയം ബലപ്പെടുന്നു. കാരണം അതൊരു തെന്നി വീണ് തലയടിച്ചുണ്ടാകുന്ന ഒരു പരിക്കല്ല അവരുടേത്. കൃത്യമായി ആ തലയ്ക്ക് മാരകമായ രീതിയിൽ ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യമാകുന്നു. തുടർന്ന് പോലീസ് അന്വേഷണങ്ങൾ നടത്തുന്നു. പോലീസ് കൃത്യമായി ഇതിൽ ആളുകളിലേക്ക് എത്തുന്നത് ഒരാഴ്ചയോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ്. ആരും തന്നെയും അവരുടെ സൌഹൃദ വലയത്തിൽപ്പെട്ട ആരും തന്നെയും അതിൽ നിന്ന് പുറത്തായിരുന്നില്ല എന്നതാണ്. പോലീസ് ഇവരുടെ അന്വേഷണത്തിൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ നഷ്ടമായിട്ടുണ്ട്, ഇവരുടെ കൈകളിലെ വളകൾ അത് നഷ്ടമായിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ആരോ ഇതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, കൃത്യമായ ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമ്പോൾ കാര്യമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചില്ല. തൊട്ടടുത്ത വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞത് ഒരാൾ ഈ സമയത്ത്, സംശയം തോന്നുന്ന ഈ ഒരു സമയത്ത് ഹെൽമറ്റ് ധരിച്ച് അവിടേക്ക് നടന്നു പോകുന്നു എന്നതാണ്. അതിൽ തന്നെ ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു. കാരണം ഹെൽമറ്റ് സാധാരണ ഇരുചക്ര വാഹനങ്ങൾ അതിന്റെ ഒരു ഡ്രൈവ് കഴിയുമ്പോൾ അത് ഊരിപ്പിടിച്ച് കയ്യിൽ വെച്ചാണ് പലപ്പോഴും നടക്കുക, അതിൽ സൂക്ഷിക്കുന്നു. പക്ഷെ അവിടേക്ക് ബൈക്ക് വന്നതിന്റേതായ ഒരു ലക്ഷണങ്ങളൊന്നും തന്നെയില്ല. തൊട്ടടുത്തും അപ്പാർട്ട്മെന്റുകളുണ്ട്, ഇവിടേക്ക് ബൈക്ക് വന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാരാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് പോലീസിന് ഇയാളെക്കുറിച്ച് ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ചില ഇടപാടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, പണം സംബന്ധിയായ കാര്യങ്ങളുണ്ടായിരുന്നു, ഇവർക്ക് നിരവധിയായ സൌഹൃദങ്ങൾ ഉണ്ടായിരുന്നു, പലരും ഇവിടെ വന്നു പോകുന്നതായിട്ട് പരിസരവാസികൾ പറയുന്നു. അപ്പോൾ പലരെക്കുറിച്ചും സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവരിലേക്ക് ഈ അന്വേഷണം ചുരുങ്ങുന്നത് ഇവരിലേക്ക് വന്ന ഫോൺ കോളുകൾ, ഈ സമീപകാലത്ത് വന്ന ഫോൺ കോളുകൾ ശേഖരിച്ചാണ്. തൊട്ട് ആ ദിവസങ്ങളിലൊന്നും ഇവർ വിളിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും ഇവർ കൃത്യമായി പോലീസിനെ ഇയാളിലേക്ക് എത്താനായിട്ട് സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇയാളിൽ ഒരാഴ്ചയോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഇന്നലെ ഇവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് ആവശ്യപ്പെട്ടത്. ഇയാളോടും ഇയാളുടെ പെൺസുഹൃത്ത് ഖദീജയോടും ഇവിടേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയും പോലീസ് ചോദ്യം ചെയ്യുകയും പിന്നീട് ഇവർ കുറ്റം സമ്മതിക്കുകയും ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്തത്. ഇതിൽ ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്, ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഇവർക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുകയും എല്ലാം തന്നെ ചെയ്തു. പിന്നീട് കയ്യിൽ കരുതിയിരുന്ന ഡംബൽ, ജിംനേഷ്യത്തിൽ മറ്റ് വ്യായാമത്തിന് ഉപയോഗിക്കുന്ന 5 കിലോ ഭാരമുള്ള ഡംബൽ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ തലക്കടിക്കുകയായിരുന്നുവെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു. ഈ ഗൂഢാലോചനയിൽ കൃത്യമായ രീതിയിലുള്ളൊരു പങ്കാളിത്തം ഇയാളുടെ സുഹൃത്ത് ഖദീജയ്ക്കുണ്ട്. ഈ ഖദീജ നേരത്തെ ഇവരുടെ ഒരു സുഹൃത്തായിരുന്നു, ജെയ്സിയുടെയും ഒരു സുഹൃത്താണ്. ജെയ്സിയാണ് ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ജെയ്സിയുടെ ഫ്ളാറ്റിൽ വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നത്. അതാണ് ഡാനി അറിയേണ്ടത്, എങ്ങനെ ഒരു സൗഹൃദമായിരുന്നു ഇവർ തമ്മിലുള്ള സൗഹൃദം? എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ചും ഈ കൊല്ലപ്പെട്ട
ജെയ്സി എബ്രഹാമിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിരുന്നു പറയുന്നു. അങ്ങനെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ബിസിനസ് ഇടപാടുകളായിരുന്നോ ഈ പ്രതി ഗിരീഷ് ബാബുമായിട്ട് ഉണ്ടായിരുന്നത്? അതല്ല ഒരു ഒന്നിച്ചിരുന്ന് മദ്യപിക്കാന്നൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വ്യക്തിബന്ധം, ഒരു അടുപ്പം, സൗഹൃദം കാണുമായിരിക്കുമല്ലോ. അത് എങ്ങനെയായിരുന്നു ഇവർ തമ്മിൽ ഈ സൗഹൃദം ഉണ്ടായത്? ഈ സൗഹൃദത്തിൽ വിള്ളൽ ഉണ്ടായതാണോ അതോ ഈ സാമ്പത്തികം, പണം, സ്വർണം ലക്ഷ്യമിട്ടുള്ള കൊലപാതകം, ഇതാണോ പോലീസിന്റെ കണ്ടെത്തൽ? പണത്തിനു വേണ്ടി തന്നെയായിരുന്നു ഈ കൊലപാതകവും കവർച്ചയും എല്ലാം നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. അതിനൊരു കാരണം, ഇയാള് MCA ബിരുദാനന്തര ബിരുദധാരിയാണ്. ഇയാൾക്ക് ജോലിയുണ്ട്. ഇൻഫോ പാർക്കിൽ ഇയാൾ ജോലി ചെയ്യുന്നു. ഇയാൾക്ക് സാമാന്യം ജീവിക്കാവുന്ന ഒരു ചുറ്റുപാടുകളും കാര്യങ്ങളുമുണ്ട്. പക്ഷെ അതിനപ്പുറം ഇയാൾക്ക് കടബാധ്യതകളുണ്ട്, കടം വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു സഹായിക്കാനായിട്ട് അത് കടബാധ്യത വീട്ടുന്നതിന് എന്ത് ചെയ്യാമെന്ന പല വഴികളും ആലോചിച്ചു. അതിനൊടുവിലാണ് ഇവരുടെ ശ്രദ്ധ തിരിയുന്നത്. ഖദീജയുടെയും അതോടൊപ്പം തന്നെ ഈ ഗിരീഷ് ബാബുവിന്റെ ശ്രദ്ധ ജെയ്സിയിലേക്ക് തിരിയുന്നത്. ജെയ്സിക്ക് ധാരാളം പണം റിയൽ എസ്റ്റേറ്റ് ഇടപാടിലൂടെയും ഒക്കെ എല്ലാം തന്നെ സമ്പാദിച്ചതായാണ് അവർക്കുള്ളൊരു വിവരം. സ്വർണ്ണാഭരണങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് അപഹരിക്കുക, കടം വീട്ടുക, സുഖമായി ജീവിക്കുക എന്നതെല്ലാമായിരുന്നു അവർ പ്രാഥമികമായിട്ടും ആലോചിച്ചിരുന്നത്. ആ രീതിയിലുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു അവർ നടത്തിയിരുന്നത്. ഇതിൽ പോലീസ് പറയുന്നത്, കൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഡംബൽസ് എവിടെ കൊണ്ട് നമ്മൾ ഉപേക്ഷിക്കണം എന്നതിനെക്കുറിച്ച് പോലും ഇവർക്ക് ധാരണയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ പള്ളിലാങ്കര സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒരു ചെരുവ് പോലുള്ള ഇവിടേക്ക് കടമ്പ്രയാറിന്റെ തീരത്തേക്ക് അവിടെ കൃത്യമായിട്ട് അവിടെ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. അത് അവിടെയൊന്നും ആരും തന്നെ അന്വേഷിച്ച് വരികയാനോ മറ്റ് CCTVകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത പ്രദേശം വളരെ കൃത്യമായി അവർ കണ്ടെത്തുകയും അവിടെ കൊണ്ട് ഇത് ഉപേക്ഷിക്കുകയും എല്ലാമാണ് ചെയ്തത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഖദീജയുടെ ഒരു പങ്കാളിത്തം നിഷേധിക്കാനായിട്ട് കഴിയുന്നുമില്ല. അവരിതിലെല്ലാം തന്നെ തുടക്കം മുതൽ തന്നെ പങ്കാളിയായിരുന്നു. ഒപ്പം പോലീസിനെ ആദ്യഘട്ടത്തിൽ കുഴപ്പിച്ചിരുന്ന ഒരു കാര്യം, ഇവർ ടോം ചോദിച്ചതുപോലെ ഇത് എന്ത് സൗഹൃദമാണ്, ഏത് രീതിയിലുള്ളതാണ് എന്നതെല്ലാം തന്നെ പോലീസിനെയും തന്നെ ആലോചിച്ചിരുന്നു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് ഈ ജെയ്സിക്ക് നിരവധി പേരുമായിട്ട് ഒരു സൗഹൃദവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നുവെന്നാണ്. അവർ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം അവർ സജീവമായിരുന്നു. ചില സമൂഹ മാധ്യമങ്ങളടക്കം അവർ സജീവമായിരുന്നു. അവർ അതുവഴിയല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു. പലരും ഈ സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ഇവരെ എത്തുന്നതെല്ലാം തന്നെ പതിവായിരുന്നു എന്നെല്ലാം തന്നെ ആ പരിസരത്തുള്ളവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളിലേക്ക്, അത്തരം വലിയ അടുപ്പമുള്ള രീതിയിലേക്കെല്ലാമായിരുന്നു ഇവർ ഇടപെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഒപ്പം ഇരുന്ന് മദ്യപിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു എന്നതായി പോലീസ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് അന്വേഷണം എത്തി നിൽക്കുന്നതിൽ കൂടുതൽ പേരില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നത് പോലീസിന് മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ്, മറ്റ് നടപടികൾ ഉണ്ടായത്. ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഒപ്പം ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വിമലാദിത്യയുടെ വാർത്താ സമ്മേളനം ഇത് സംബന്ധിച്ചുണ്ട്. ഇതിൽ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. എന്താണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? കാരണം ഒരുപക്ഷെ കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ജെയ്സി കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഡാനി, ഈ കൊലയാളി ഗിരീഷ് ബാബുവിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതില്ല. കാരണം ഇങ്ങനെ അതിവിദഗ്ധമായി ഒരാഴ്ചയോളം പോലീസിനെ കുഴപ്പിച്ചൊരു കേസ്, പ്രതിയിലേക്ക് എത്താൻ പോലീസ് ഏറെ പണിപ്പെടേണ്ടി വന്നു. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു കവർച്ചയോ കൊലപാതകമോ മറ്റോ നടത്തിയിട്ടുള്ള ഒരു പ്രതിയാണോ ഈ കൊലയാളി സംഘത്തിൽപ്പെട്ട ഗിരീഷ് ബാബു? നിലവിലെ വിവരങ്ങൾ അങ്ങനെയല്ല എന്നാണ് പോലീസ്. ഇയാൾ മറ്റു ക്രൈമുകളിൽ ഉൾപ്പെട്ടതായിട്ട് കാര്യങ്ങളൊന്നും ആ പോലീസിന് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുറെ അധികം നാളുകളായിട്ട് ഈ ജെയ്സി എബ്രഹാമായിട്ട് ഇവർക്ക് പരിചയമുണ്ടായിരുന്നു. ജെയ്സി പല ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അത് വാടകയ്ക്കെടുക്കുകയും സുഹൃത്തുക്കൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയും അങ്ങനെയുള്ള പല പരിപാടികളും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവര് ഇവരുമായിട്ട് ഏതൊക്കെയോ ഘട്ടത്തിൽ അവർക്ക് ബന്ധപ്പെടുന്നു, പിന്നീട് ആ സൗഹൃദം തുടരുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കവർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്തതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിനുള്ളൊരു പ്ലാനിംഗ് പോലീസിനെ അമ്പരപ്പിക്കുന്നുണ്ട്. ടോം സംശയിക്കുന്നത് പോലെ, ടോം സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഇത്രമാത്രം കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് വളരെ തുടക്കത്തിൽ ഒരു സംശയവുമില്ലാതെ ഒന്ന് ഓർത്തു നോക്കുക. കാരണം
വാതിൽ പുറത്തുനിന്ന് പൂട്ടിയവർ ഇയാൾ കടന്നു കളയുകയായിരുന്നു. കൊലപാതകം നടത്തിയ ശേഷം ഇതിനകത്തേക്ക് ഒറ്റ നോട്ടത്തിൽ വീടിനകത്ത് ഇവർ തലയടിച്ച് വീണു എന്നതാണ് ബോധ്യപ്പെടുക. അങ്ങനെ ഒരു മരണം നടന്നു എന്ന വിവരം മാത്രമേ തൊട്ട് സമീപവാസികൾക്കും ഉണ്ടായിരുന്നുള്ളൂ. കാരണം ബാത്റൂമിൽ തലയടിച്ച് വീഴുന്ന രീതിയിലായിരുന്നു ഇയാളത് ചെയ്തിരുന്നത്. ഒപ്പം താക്കോല് സ്പെയർ കീ എടുത്തുകൊണ്ട് പുറത്തുനിന്ന് വാതിൽ പൂട്ടി ഇയാൾ കടന്നു കളയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും വാതിൽ പൊളിച്ച് അകത്ത് കടക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് വരികയും ചെയ്തു, പോലീസിനടക്കം വരികയും ചെയ്തു. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനെല്ലാം ഇയാൾക്ക് സാധിച്ചു. ഇവിടുന്ന് കടന്നു കളഞ്ഞ രീതി, അത് ഇയാൾ ഇവിടേക്ക് എത്തുന്നത് 2 സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് കാക്കനാട് കൊണ്ടുപോയി ഇയാൾ ബൈക്ക് വെച്ചതിനു ശേഷം അവിടുന്ന് ഓട്ടോറിക്ഷയിൽ മറ്റൊരിടത്ത് വന്നു. അവിടെ നിന്ന് വേറൊരു ഓട്ടോറിക്ഷയിൽ ഈ കുനന്തൈ ഭാഗത്ത് ഇറങ്ങി പിന്നീട് അവിടെ നിന്ന് നടന്നു വരുന്നു എന്നതാണ്. അപ്പോൾ കൃത്യമായി ഇയാളെ ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് വരുവാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്തത്. ഒപ്പം ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് അവിടെയുള്ള CCTV ഒരു ഭാഗത്താണുള്ളത്. അവിടുന്ന് മറയത്തക്ക രീതിയിൽ കൃത്യമായി ഹെൽമറ്റ് ധരിച്ച് ആ ഭാഗം കവർ ചെയ്ത് അയാൾ മുന്നോട്ട് പോകുകയുമെല്ലാം ചെയ്തു. തിരിച്ചു പോകുമ്പോഴും ഈ ഡമ്പൽ അവിടെ വീടിനകത്ത് വെച്ച് തന്നെ ചോരപുരണ്ട ഷർട്ട് അയാൾ മാറ്റി ഡമ്പൽ ഒളിപ്പിച്ചു. ഇതെല്ലാം തന്നെ കൃത്യമായ വൈദഗ്ധ്യത്തോടുകൂടി ചെയ്തു. അതാണ് പോലീസിന് ഇയാളുടെ ഒരു ട്രാക്ക് കൃത്യമായി നോക്കേണ്ടതുണ്ട് എന്നതടക്കം കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന പോലെ അതിവിദഗ്ധമായി നടത്തിയ കൊലപാതകം, ആസൂത്രിതമായി നടത്തിയ കൊലപാതകം, ഈ തെളിവ് നശിപ്പിക്കുന്നതിനടക്കം പ്രതി അതീവ സൂക്ഷ്മതയോടെയാണ് ഈ തെളിവുകൾ നശിപ്പിച്ചതെന്ന് വരെയാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3 കിലോയിലധികം സ്വർണം കവർന്ന കേസാണ്. ആ സ്വർണം കവർച്ചയിൽ 13 പേർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. 2 വർഷം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് പ്രതികൾ സ്വർണം കവർന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഘത്തിലെ 4 പേരെ ഇനിയും പിടികൂടാനുണ്ട്. സ്വർണം തട്ടിയെടുത്തത് രക്ഷപ്പെട്ട സംഘത്തെ പോലീസ് തൃശൂരിൽ വെച്ച് പിടികൂടുകയും ചെയ്തു. ഈ വാഹനത്തിൽ 9 പേരായിരുന്നു ഉണ്ടായിരുന്നത്. തട്ടിയെടുത്ത സ്വർണത്തിൽ 2 കിലോയിലധികം കണ്ടെടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്ലാനിങ്ങിനകത്തും ഗൂഢാലോചനയിലും എല്ലാം അംഗങ്ങളായിട്ടുള്ള മറ്റ് എല്ലാവരും കൂടിയിട്ട് 13 വ്യക്തികളാണ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷന്റെ പുറകിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കുറ്റകൃത്യം കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തോടു കൂടി തന്നെ ചെയ്തിരുന്നതാണ്. ഏകദേശം ഒരു 1.5-2 വർഷം മുൻപ് ഒരു റെഗുലർ തെഫ്റ്റുകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 2 വ്യക്തികൾ, അവർ താമരശ്ശേരിക്കാരായിട്ടുള്ള 2 പേര്, കുറച്ച് പ്രായമെത്തിയ ഓണേഴ്സ് തന്നെയാണ് ഈ ജ്വല്ലറി മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ സ്വർണം ദിവസേന കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ വരവും പോക്കും എല്ലാം നിരീക്ഷിച്ച് അതിനുശേഷം ഇത് കണ്ണൂരുള്ളൊരു സംഘവുമായിട്ട് ഷെയർ ചെയ്യുകയും ഇവരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ജയിലിൽ നിന്നാണ്, ജയിൽ പരസ്പരമുള്ള ബന്ധത്തിൽ നിന്ന് അവിടെ നിന്ന് അത് ഡെവലപ്പ് ആവുകയും അതിനുശേഷം ഇതിന് ഉതകുന്ന ഈ ഓപ്പറേഷൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ഉതകുന്ന വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്ത് അങ്ങനെ അവരിത് വന്ന് കാണുകയും ഏതാണ്ട് ഈ മാസം 6-ാം തീയതിയോ മറ്റോ ആണ് ഒരു ഫസ്റ്റ് വിസിറ്റ് ഈ ഏരിയയിൽ പെരിന്തൽമണ്ണയ്ക്ക് വരുന്നത്. ഈ വരുന്നവരാരും മലപ്പുറംകാരല്ല. അറൌണ്ട് 2.2 kg, ഐ മീൻ ഇൻക്ലൂഡിംഗ് 1.7 1.8 മറ്റോ ആണ് ഗോൾഡ് ഉള്ളതായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ റിക്കവറിയിലാണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളത്. എടുത്ത് തൂക്കിയതിന് ശേഷം ഒരു 2 കിലോ 200 ഗ്രാമോ അതിന്റെ അപ്പുറത്തോട്ടുള്ളത് റിക്കവറി, ഇൻക്ലൂഡിംഗ് അതിന്റെ മണി വാല്യൂ റിക്കവറിയുടെ ആംഗിളിലായിട്ട് എത്തിയിട്ടുണ്ട്. കവർച്ചാ സംഘത്തിലുള്ളവർക്ക് പരസ്പരം പരിചയം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. CV അനുമോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനുമോദ്, നേരത്തെ SP സൂചിപ്പിക്കുന്നത് പോലെ മുൻപരിചയമില്ലാത്തവർ വിവിധയിടങ്ങളിൽ നിന്ന് ഈ കവർച്ച ആസൂത്രണം ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ ഈ 2 വർഷത്തോളം നീണ്ട ആസൂത്രണത്തിന് ശേഷം തൃശ്ശൂരിലുള്ള സംഘത്തിന്റെ സഹായത്തോടെ കവർച്ച നടത്തുക എന്നൊക്കെ പറയുമ്പോൾ അവിശ്വസനീയമായ കഥകളാണ്. അതായത് അത്രത്തോളം ഒരു വിദഗ്ധമായി ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് ഇവർ കരുതി അങ്ങനെ വിവിധയിടങ്ങളിൽ നിന്നും കവർച്ച നടത്തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനു മുൻപ് ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലെത്തി കവർച്ച നടത്തിയ ചില സംഘങ്ങളെക്കുറിച്ച് ഈ സമീപകാലത്ത് നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ കവർച്ചാ സംഘമാണോ ഈ പെരിന്തൽമണ്ണ കവർച്ചാ കേസിൽ പിടിയിലായിരിക്കുന്നത്? ടോം, ഇതിലെ ഏറ്റവും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, 2 പേർ സാധാരണ ചെറിയ മോഷണ കേസുകളും തട്ടിപ്പ് കേസുകളുമായി നടക്കുന്ന 2 പേർ താമരശ്ശേരി സ്വദേശികളായ അവരാണ് ഈ കേസിന്റെ ആദ്യത്തെ കണ്ണികൾ.
അവർ പെരിന്തൽമണ്ണ എത്തി യാദൃശ്ചികമായിട്ട് ഈ യൂസഫും ഷാനവാസും സ്വർണം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നു. അതിനുശേഷം അവർ ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും പെരിന്തൽമണ്ണയിലെത്തി ഇതേ സമയത്ത് നിരീക്ഷണം നടത്തുമ്പോൾ വീണ്ടും സമാനമായ രീതിയിലാണ് സ്വർണം കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ ഈ സ്വർണം തട്ടിയെടുക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. ഇവരിതിന് ആദ്യം ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ അവർക്ക് ഈ മിഷനുമായിട്ട് സ്വർണം തട്ടിയെടുക്കാനുള്ള പദ്ധതിയുമായിട്ട് അവർ ആദ്യം കണ്ണി ചേർക്കപ്പെടുന്നത് വിപിൻ എന്ന വ്യക്തിയാണ്. അയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് അയാളെ കാണുന്നത്. അയാളാണ് പിന്നീട് ഈ ഒരു സ്വർണം വെട്ടിക്കാനുള്ള സംഘത്തെ ഒരുക്കുന്നതും ഇതിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം ജില്ലക്കാരായ ഒരാൾ പോലും ഈ സംഘത്തിലില്ല എന്നുള്ളതാണ്. കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ ജില്ലകളിലുള്ളവരാണ് ഈ തട്ടിപ്പ് സംഘത്തിലുള്ള എല്ലാവരും. ഇവർ ഈ മാസം 8-ാം തീയതി ഇവിടെ എത്തി ഈ സാഹചര്യങ്ങൾ നോക്കിയിരുന്നു. 11-ാം തീയതി ഈ സ്വർണം തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തി, പക്ഷേ അത് നടന്നില്ല. തുടർന്നാണ് വ്യാഴാഴ്ച തൃശ്ശൂരിലൊരു സംഘത്തിൻ്റെ സഹായത്തോടെ ഈ സ്വർണം തട്ടിയെടുത്ത് ഇവർ കൊണ്ടുപോകുന്നത്. 2 വാഹനങ്ങളിലായിട്ടാണ് ഇവരുടെ ഈ യാത്രകളുണ്ടായത്. ഒരു മർസ കാർ, അതിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാക്കിയിരുന്നു. തുടർന്ന് 9 പേർ ചേർന്ന് ഈ ഒരു സംഘം സ്വർണം തട്ടിയെടുത്ത് പോകുന്നു. 5 പേർ വഴിയിലിറങ്ങുന്നു സ്വർണവുമായിട്ട്. മറ്റ് 4 പേർ തൃശ്ശൂരിൽ വെച്ച് പിടിയിലാവുന്നു. അങ്ങനെയാണ് ഈ കേസിൻ്റെ ചുരുളഴിയാൻ തുടങ്ങുന്നത്. അങ്ങനെ ഈ 4 പേരിൽ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് മറ്റ് ആളുകളിലേക്ക് പോലീസിൻ്റെ അന്വേഷണം എത്തുന്നത്. അവരെ CCTVയുടെയും അതേപോലെ തന്നെ മൊബൈൽ ടവർ നെറ്റ്വർക്കിൻ്റെ ലൊക്കേഷനൊക്കെ അടിസ്ഥാനമാക്കി പോലീസ് പിടികൂടുന്നതും തുടർന്ന് ഇവരിൽ നിന്ന് സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പലരും പരസ്പരം പരിചയമുള്ളവരല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വിപിൻ എന്ന വ്യക്തി പറഞ്ഞതനുസരിച്ച് അനന്തു എന്ന ആളാണ്, കണ്ണൂർ സ്വദേശിയാണ്, ഇതിലെ ഈ സംഘാംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അവർക്കൊക്കെ നിശ്ചിത സമയത്ത് ഇവിടെ വരിക, അത് ചെയ്യുക, മടങ്ങുക, അത്രമാത്രം ഒരു നിർദ്ദേശമായിരുന്നു. എന്താണ്, എവിടെ നിന്നാണ് എന്ന തരത്തിലൊന്നും സാധാരണ ഈ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിന്റെ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിലും. അവരോട് പറയുന്നത് ഇന്ന സ്ഥലത്തെത്തി ഇന്നത് ചെയ്യുക എന്ന് മാത്രമാണ്. ഏതാണ്ട് അതേപോലെയുള്ള ഒരു കണ്ണൂർ മോഡൽ പ്ലാനിംഗ് ആണ് ഈ പെരിന്തൽമണ്ണയിലെ സ്വർണം തട്ടിക്കൽ കേസിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2.2 കിലോഗ്രാം സ്വർണ്ണമാണ് പെരിന്തൽമണ്ണയിൽ നിന്നാണ് CV അനുമോദ് റിപ്പോർട്ട് ചെയ്തത്. അനുമോദ് തുടരുക. ഈ ജ്വല്ലറി ഉടമയുടെ, അതായത് കവർച്ചയ്ക്കിരയായ ജ്വല്ലറി ഉടമയുടെ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. കാരണം പോലീസിന്റെ ഒരു അതിവൈദഗ്ധ്യമാണ് ഈ കേസിൽ പ്രതികളെ അതിവേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞത്. അന്വേഷണ സംഘത്തോട് പ്രത്യേകം നന്ദി പറയുകയാണ് ജ്വല്ലറി ഉടമ. ഏറെക്കുറെ തിരിച്ചു കിട്ടി, മുഴുവനായും കിട്ടിയില്ല. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത സമയം മുതൽ അവർ ഉറക്കമില്ലാതെ ഓടുമായിരുന്നു. ഇടയ്ക്ക് നമ്മളെ വിളിച്ച് ആശ്വസിപ്പിക്കും, കിട്ടോ അങ്ങനെ അത്രയും ഉഷാറായിട്ട് അവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയി. നേരിൽ കണ്ടോ? 4 പേരെയാണ് ഞങ്ങളിപ്പോൾ നേരിൽ കണ്ടത്. പിന്നെ ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറ്റാൻ കൊണ്ടില്ലേ, അവരെങ്ങനെ അങ്ങനെ കണ്ടു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും നിങ്ങളെ ചുറ്റും നിങ്ങളെ നിരീക്ഷിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധ വെക്കണമായിരുന്നു തോന്നുന്നുണ്ടോ? അതെ, ഞങ്ങളെ പാൾട്ടാണ് അത്. കാരണം ഞങ്ങൾ 10-35 വർഷമായിട്ടുള്ളൊരു കച്ചവടമല്ലേ. ഞങ്ങൾ ഈ കാലം വരെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. അപ്പം നമ്മൾ പിന്നെ ഈ ടൗണിൽ തന്നെയാണ് നമ്മളെ വീട്, 1 കിലോമീറ്റർ ദൂരമല്ലേ ഉള്ളൂ. അപ്പം നമ്മളങ്ങനെ കെയർ ചെയ്തില്ല. ശ്രദ്ധിക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ മറ്റുള്ള കച്ചവടക്കാർക്കും ഒരു പാടാണല്ലോ. അപ്പോൾ അവരും ഇത് ശ്രദ്ധിക്കും. ഇവരെ പോലീസുകാരെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ മറ്റുള്ള കച്ചവടക്കാർക്ക് പോലും ഒരു ആശ്വാസമാണിത്, ഇവരുടെ ഈ സ്പീഡ് ആയി റിക്കവറിങ് കാര്യങ്ങൾ. CV അനുമോദിലേക്ക് വീണ്ടും. അനുമോദ്, ജ്വല്ലറി ഉടമ പറയുന്നത് പോലെ ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു. പക്ഷെ ഇത്രയും വലിയൊരു സംഘം നടത്തിയ ആസൂത്രിതമായ കവർച്ച പോലീസ് കരുതിയതാണോ? ഇതുപോലെ ഒരു പ്രൊഫഷണൽ കവർച്ചാ സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കരുതിയതാണോ? മാത്രമല്ല, ഈ പ്രതികളുടെ ഒരു ഇടപാടുകൾ എങ്ങനെയാണ്? ഈ സ്വർണം പൊട്ടിക്കൽ, സ്വർണം കവർച്ചാ കേസുകളിലൊക്കെ ഇതിനു മുൻപ് ഇടപെട്ടിട്ടുള്ള, അത്തരം കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്? ഈ ഒരു സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് ഇതിൽ ഊർജിതമായി ഇടപെടൽ നടത്തുകയും ഇവർ പോയ ദിശ അല്ലെങ്കിൽ പോയ വഴി അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും അങ്ങനെ നടത്തിയ വാഹന പരിശോധനയിലാണ് ഈ പ്രതികളുടെ വാഹനം കണ്ടെത്തിയത്, അവരെ പിടികൂടിയത്. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ്
ഈ കേസിൻ്റെ തുടക്കം പോലീസിന് ലഭിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ SP വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൽ പലരും പരസ്പരം പരിചയമുള്ളവരല്ല. പലരും ഈ ചെറിയ ചെറിയ മോഷണം അങ്ങനത്തെ തട്ടിപ്പ് കേസുകളിലൊക്കെ തുടർച്ചയായി പെടുന്നവരും ജയിൽ ശിക്ഷ അനുഭവിച്ചവരും ഒക്കെയാണ്. അതിൽ 2 പേർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. അവരെ കണ്ണൂരിൽ നിന്നുള്ള ഇവർ ഈ ഒരു മോഷണത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയതാണ് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതൊരു കണ്ണൂർ സ്വദേശികളാണ് ഇവരെ ഈ ഒരു മോഷണം നടത്തി ഈ ഒരു സ്വർണം തട്ടിയെടുത്താൽ അതിൽ വലിയ ഒരു വിഹിതം ലഭിക്കും, പിന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് വിദേശത്ത് വരെ ഈ 2 പേരെ കൊണ്ടുവന്നവരുണ്ട്. ഇതിൽ ഒരാൾ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളാണ്. അയാളെയാണ് ഈ സ്വർണം ഉരുക്കുവാനും രൂപമാറ്റം നടത്തുവാനും ഒക്കെ ശ്രമം നടത്തി അത്തരത്തിലുള്ള നടപടികൾ ചെയ്തത്. ഇതിൽ ഒരു നമ്മൾ അന്വേഷണ സംഘവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ സ്വർണവുമായിട്ട് ഇവർ കടന്നു കളയുമ്പോൾ ഏതോ ഒരു അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ വരെ ഈ കട്ടെടുത്ത സ്വർണത്തിന്റെ ഒരു പങ്ക് നിക്ഷേപിക്കുകയുണ്ടായിരുന്നു. അതായത് ഇവരെ സംബന്ധിച്ച് ഇവർ പ്രൊഫഷണലാണ് എന്ന് പറയുമ്പോൾ പോലും പിടിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവർ സ്വർണവുമായിട്ട് ഒരു സംഘത്തെ വഴിയിലിറക്കുന്നതും ഇവർ ചിഹ്നിച്ചു പോവുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തൃശ്ശൂരിൽ വെച്ച് ഇവരെ പിടികൂടിയപ്പോൾ തന്നെ പിടിയിലായവരുടെ ഫോട്ടോയും മറ്റു വാർത്തയും പുറത്തു വന്നു. ഈ പുറത്തു വന്നപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതാണ് 4 പേരെ ഇപ്പോഴും പിടികിട്ടാൻ ഉള്ള ശ്രമം നടത്തേണ്ട കാരണം. അല്ലെങ്കിൽ അന്ന് തന്നെ അവരെ പിടികൂടാമായിരുന്നു എന്ന് പോലീസ് പറയുന്നത്. അതായത് ആ പ്രതികളെ ആദ്യ ദിവസം പിടികൂടിയ വാർത്ത പുറത്തു വന്നത് ഈ കേസിന്റെ അന്വേഷണത്തെ ഒരു തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം പോലീസിന്റെ നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപ് ആ വിവരം പുറത്തറിയുകയും ഇവർക്കൊപ്പമുള്ളവർ ഫോണെല്ലാം ഓഫ് ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്തു. അതാണ് പോലീസിന് സംഭവിച്ച ഈ ഒരു കാലതാമസത്തിന്റെ ഒരു ചെറിയ കാരണം. എന്താണെങ്കിലും ഇവരെല്ലാം തന്നെ പല കേസുകളിലും മുൻപ് പ്രതികളായിട്ടുള്ളവരാണ്, കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. സ്വർണം തട്ടിക്കലുമായി ബന്ധപ്പെട്ട കേസുകൾ ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷിക്കണമെന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും മുൻ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ആളുകളെ അത്തരം കേസുകളിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ വരേണ്ടതുണ്ട്. ക്രിമിനൽ കേസുകൾ പ്രതിയായവരും ജയിൽ ശിക്ഷ പലവട്ടം അനുഭവിച്ചവരും പരോളിലിറങ്ങിയവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. എന്താണ് ഈ 4 പേരെ കൂടി കണ്ടെത്താനുള്ള ഇവർക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടികളുടെ സ്വർണം തട്ടിയ സംഘത്തെ ദിവസങ്ങൾക്കകം പിടികൂടാൻ കേരള പോലീസിന് സാധിച്ചു എന്നുള്ളതാണ്. അത് കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ നടത്തിയ ഇടപെടലിൻ്റെ കൃത്യതയുടെ ഒരു തെളിവായിട്ട് കൂടി വേണം കാണുവാൻ. എന്താണെങ്കിലും ഈ പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് വ്യാപാര മേഖലയാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തൊരു സ്ഥലവുമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു മോഷണം ഉണ്ടായി, തട്ടിയെടുക്കൽ, അതും സിനിമാ ശൈലിയിലുള്ള ഒരു തട്ടിയെടുക്കൽ ഉണ്ടായി, അത് ദിവസങ്ങൾക്കകം ആ സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിട്ട് തന്നെ വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കാണാൻ. തീർച്ചയായും ഈ ജ്വല്ലറി ഉടമകളെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ 2 കിലോയിലധികം സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് സ്വർണം കൂടി പോലീസിനെ സംബന്ധിച്ച് കണ്ടെടുക്കേണ്ടതുണ്ട്. 4 പ്രതികൾ നിലവിൽ ഇപ്പോഴും ഒളിവിലുമാണ്. കണ്ണൂർ വളപട്ടണത്തും വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന 1 കോടി രൂപയും 300 പവനും കവർന്നു. വളപട്ടണം മന്നയിൽ അരി മൊത്ത വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മോഷ്ടാക്കൾ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടെന്ന സംശയത്തിലാണ് പോലീസ്. അഷ്റഫും കുടുംബവും മധുരയിലെ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിന് പോയ സമയത്തായിരുന്നു കവർച്ച. ഈ മാസം 19-നാണ് ഇവർ വീട് പൂട്ടി മധുരയിലേക്ക് പോയത്. അവര് ഇവിടുന്ന് വന്നതാണ്, മധുരയിൽ നിന്ന് ഇന്നലെ എത്തിയത് രാത്രി. അപ്പോൾ വീട് തുറന്നു നോക്കുമ്പോൾ ഇങ്ങനെ ലോക്കറിൽ തുറന്നിട്ടാണ്. ഇന്നലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവരെ അറിയിച്ച്. അതെ, അവര് ചൊവ്വാഴ്ച രാവിലെ ഒരു 7:30 സമയത്ത് തിരിച്ചു വന്നത്. ഇന്നലെ രാത്രി ഇത് കാണാം. മോഷണം സ്വർണവും പൈസയാണ് പോയിട്ടുള്ളത്. കേസ് അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടിയെടുക്കാം. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടിയെടുക്കാം. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, മുഖംമൂടി ധരിച്ചെത്തിയ 2 പേര് വീട്ടിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്.
ഇവരെക്കുറിച്ച് പോലീസിന് നിലവിൽ എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടു എന്നതിനപ്പുറം ഇതാരായിരിക്കാം? ഈ നാടുമായി, ഈ പ്രദേശവുമായി ബന്ധമുള്ളവരോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതര സംസ്ഥാനക്കാരോ ആണോ ഇതിന് പിന്നിലെന്നാണോ പോലീസിന്റെ ഒരു അനുമാനം? ടോമെ, പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം അങ്ങനെയാണ്. ഇതര സംസ്ഥാനക്കാരെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ആണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായത് പോലീസ് ഡോഗ് നടത്തിയ ആ പരിശോധന തന്നെയാണ്. ഇതിന് തൊട്ട് സമീപത്തായുള്ള വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ മണം പിടിച്ച് ഈ പോലീസ് നായ ഓടിയത്. ആ ഭാഗത്ത് ഇവർ ഈ കവർച്ച കഴിഞ്ഞതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന ഒരു സൂചനയാണ് പോലീസിന് അതുകൊണ്ട് തന്നെ ലഭിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീടിന് സമീപത്തായി ഒരു അരി ഗോഡൌൺ ഉണ്ട്. ആ ഗോഡൌണിൽ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീടുമായി കൃത്യമായി അറിയുന്നവരായിരിക്കണം ഈ കവർച്ച എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കാരണം ഇവർ ഈ നാട്ടിലില്ലാത്ത സമയം കൃത്യമായി അറിയുന്നു. അത് മാത്രമല്ല, ഇതിന്റെ താക്കോൽ കൃത്യമായി എവിടെ വെച്ചു എന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് പിറകു വശത്തെ ഈ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്താണ് മോഷ്ടാക്കൾ വീടിനകത്ത് കയറിയത്. അകത്ത് കയറിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഷെൽഫിൽ ഈ ലോക്കറിന്റെ താക്കോൽ സൂക്ഷിച്ചിരുന്നു. ആ താക്കോൽ എടുത്തതിന് ശേഷം ഈ ലോക്കറിൽ നിന്നാണ് ഇത്തരത്തിൽ 300 പവൻ സ്വർണവും ഒപ്പം 1 കോടി രൂപയും കവർച്ച ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവിടെ CCTV ക്യാമറ അവിടെയും സ്ഥാപിച്ചിരുന്നു. അതിലാണ് ഈ രണ്ടുപേരുടെ ഈ മുഖം ഇതിന്റെ ദൃശ്യങ്ങൾ വന്നത്. പക്ഷേ മുഖം മൂടി ധരിച്ച നിലയിലാണ് രണ്ടുപേരും ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ദൃശ്യങ്ങളൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ആ ക്യാമറ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഏതായാലും പോലീസ് സമീപ പ്രദേശത്തെ, അതായത് ഈ വീടിന് തൊട്ടടുത്തുള്ള CCTV ക്യാമറകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അവിടെയുള്ള CCTV ക്യാമറകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ശാസ്ത്രീയമായ തെളിവുകൾ, അതായത് ടെലിഫോൺ, ഈ ഭാഗത്ത് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി ടെലിഫോൺ കോളുകളുടെ വിശദാംശങ്ങളും നോക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായി ഈ വീടുമായി കൃത്യമായി അറിയുന്നവർ അല്ലെങ്കിൽ ആ വീടുമായി പരിചയമുള്ളവരായിരിക്കാം ഈ കവർച്ച നടത്തിയെന്ന ഒരു നിഗമനം തന്നെയാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ കവർച്ച നടത്തിയ സംഘം കടന്നതായുള്ള ഒരു സൂചനയും പോലീസ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഇപ്പോൾ ഈ അന്വേഷണം ഊർജിതമാക്കിയത്. മുൻവശത്തെ ഗേറ്റ് മതിൽ ചാടിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. 19-ാം തീയതിയാണ് ഈ കുടുംബം രാവിലെയോടുകൂടിയാണ് ഇവിടെ നിന്നും പോയത്. അതിനുശേഷം 19-ാം തീയതി വൈകിട്ടോ അല്ലെങ്കിൽ 20-ാം തീയതിയോ ഈ കവർച്ച നടന്നു എന്നാണ് പോലീസ് കരുതുന്നത്. അത്തരത്തിലാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി വീട്ടിൽ ആളില്ലാത്ത സമയത്ത് തന്നെ ഇത്തരത്തിലൊരു കവർച്ച നടത്തിയെന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായി ഈ വീടുമായി ഇത്തരത്തിൽ ഇവർ ഇല്ലാത്ത സമയം നോക്കി കൃത്യമായി ഇത് അറിയുന്ന ആളുകൾ തന്നെയാകും. അതുകൊണ്ട് ഈ മോഷ്ടാക്കളെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. പോലീസ് ഡോഗ് നടത്തിയ പരിശോധന നിർണായകമാണ്. അതിനൊപ്പം തന്നെ വിരലടയാള വിദഗ്ധരും വിശദമായ ഈ പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ മോഷണ കേസുകളിൽ പ്രതികളായവരാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഊർജിതമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ASP ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് രാവിലെ തന്നെ വീട്ടിലെത്തിയിരുന്നു. പ്രദേശത്താണോ ഉള്ളത്? കാരണം അങ്ങനെ ഒരു കൃത്യമായ നിരീക്ഷണം നടത്തിയിട്ടുണ്ടാകാം. ഇവർ ഈ വീട്ടിൽ നിന്ന് ഇവർ പോയത് മറ്റൊരു ചടങ്ങുമായി ബന്ധപ്പെട്ട് മധുരയിലേക്ക് പോയതും ഈ കവർച്ച നടന്ന ദിവസവും തമ്മിൽ എത്ര ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും? കാരണം ആ ഒരു ദിവസം നടത്തിയൊരു ആസൂത്രണം അങ്ങനെ കണ്ടാൽ മതിയോ? അത് കൃത്യമായി വീട് നിരീക്ഷിച്ച് വീട്ടിൽ ഇത്രയധികം വലിയ സാമ്പത്തികം ഉണ്ടാകാം, ഈ 1 കോടി രൂപയും ഈ 300 കിലോ സ്വർണം 300 പവൻ സ്വർണവും ഒക്കെ വീട്ടിൽ ഉണ്ട് എന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി നടത്തിയ കവർച്ചയായിരിക്കുമോ? ടോമെ, മന്ന എന്ന് പറയുന്ന സ്ഥലത്ത്, വളവട്ടിന് സമീപമുള്ള മന്ന എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ തിരക്കേറിയ റോഡ് അരികിലുള്ള വീട്ടിലാണ് ഈ കവർച്ച നടന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതുമാത്രമല്ല, സമീപ പ്രദേശത്തായി നിരവധി വീടുകളുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ താമസിക്കുന്നത് തൊട്ടടുത്താണ്. ഇദ്ദേഹം ഒരു അരി കച്ചവടമാണ്, മൊത്ത വ്യാപാരമാണ്. ആ വീടിന് സമീപം സഹോദരന്റെ വീട്ടിൽ ഒരു ഗോഡൌൺ ഉണ്ട്. ആ ഗോഡൌണിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ അവിടെ ജോലി ചെയ്യുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പണം ഇതിനകത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും അതൊക്കെ മനസ്സിലാക്കി കൃത്യമായി വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നടന്ന ഒരു കവർച്ചയാകാമെന്നാണ് പോലീസ് പറയുന്നത്. പരിസരത്തെ വീടുകളിലൊന്നും തന്നെ മറ്റ് കവർച്ചാ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കവർച്ചാ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ വീട് കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കവർച്ചക്കാർ എത്തിയത്.
അതിൽ 2 പേരുടെ ദൃശ്യങ്ങളാണ് പതിഞ്ഞതെങ്കിൽ കൂടുതൽ പേർ ഉണ്ടാകാം എന്നൊരു നിഗമനവും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ അത് കേന്ദ്രീകരിച്ച് ആണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെ ഒരുപക്ഷെ കവർച്ച നടത്തിയതിനു ശേഷം ഈ ഡോഗ് പോലീസ് നായ മണം പിടിച്ച് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ് പോയത്. അങ്ങനെയാണെങ്കിൽ ഇവർ ട്രെയിൻ കയറി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതല്ല കേരളത്തിൽ തന്നെ മറ്റേതെങ്കിലും ജില്ലകളിലേക്ക് ഇവർ മാറിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. കാരണം ഈ ഭാഗങ്ങളിലൊക്കെ നിരവധി CCTVകൾ ഓരോ വീടുകളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൃത്യമായ ഇവരുടെ യാത്രകൾ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലായതുകൊണ്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ നിർണായകമാവുക ഈ CCTV ദൃശ്യങ്ങളായിരിക്കും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക്. അതായത് ഒരു 750 മീറ്റർ മാത്രം മാറിയാണ് ഈ വളപട്ടണം സ്റ്റേഷൻ ഉള്ളത്. ആ ഭാഗത്തേക്കാണ് ഈ മതിൽ ചാടി കടന്നു വന്ന ഈ സംഘം പോയത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് അവിടെ വീടുകളിലൊക്കെ ഒരുപാട് വീടുകളുള്ള പ്രദേശമാണ്, ഒറ്റപ്പെട്ട പ്രദേശമേ അല്ല. അത്രത്തോളം വലിയ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന വീടാണ്, വലിയ ഗേറ്റ് ഒക്കെ ഉണ്ട് ആ വീടിന് മുന്നിൽ. അതുമാത്രമല്ല ആ മുൻവശത്തൊക്കെ നിരവധി CCTV ക്യാമറകൾ ഈ വീട്ടിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ CCTV ക്യാമറകൾ നമുക്ക് കാണാം. CCTV ക്യാമറയിൽ ഇവരുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ക്യാമറ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഈ മോഷ്ടാക്കളുടെ ദൃശ്യം ഈ CCTV ക്യാമറകളിലുള്ളത്. അതും മുഖംമൂടി ധരിച്ച നിലയിലാണ് ദൃശ്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് അത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇനി ഈ വീടുമായി അടുത്ത ബന്ധമുള്ളവർ അറിയിച്ചത് പ്രകാരം പുറത്തുനിന്നും ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങളെ ഏൽപ്പിച്ച് അത്തരത്തിൽ കവർച്ച നടത്തിയതാണോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരം സംഘങ്ങളെ കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും 300 പവനും 1 കോടി രൂപയും പോയി നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ പരാതി. ഒരു പക്ഷേ അതിലും കൂടുതൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന ഒരു സംശയവും പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ 1 കോടി രൂപയും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് കൊച്ചിയിൽ തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഒരു പരാതി കിട്ടിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസം എഴുതുക. ഇന്നലെ പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി കൊടുത്തു, KPCCക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്താൽ ആദ്യം കിട്ടേണ്ട ഒരാൾ ഞാനല്ലേ. നിങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്നും എഴുതുകയാണ്. ഈ വിജയത്തിന്റെ ഗ്രേസ് കളയാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചില ചാനലുകൾ അതിനുവേണ്ടി മാത്രമാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം പറഞ്ഞു. പാലക്കാട് ഞാനും KC വേണുഗോപാലും കൂടി റിവ്യൂ മീറ്റിംഗ് നടത്തി. പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ KC വേണുഗോപാലും VD സതീശനും പ്രവർത്തകരെയും നേതാക്കളെയും ശാസിച്ചു എന്നുള്ളൊരു ചാനലിൽ വാർത്തയാണ്. വേണു വന്നിട്ട് എല്ലാവരും അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അവിടുത്തെ വർക്കിനെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു കാലത്തും കാണാത്ത വർക്കാണ് ഇവിടെ ചെയ്യുന്നത്, ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഞാനും KC വേണുഗോപാലും കൂടി കൈപിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പയ്യൻ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഒരു ചാനലിലെ വാർത്ത. ഞങ്ങൾ പ്രവർത്തകരെ ശാസിച്ചെന്ന് 5 സ്കോഡ് നടത്തി. എന്തൊക്കെയാണ് പറഞ്ഞത്? എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? അദ്ദേഹം പലതും പറയുമല്ലോ. ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോവും, പിന്നെ കണ്ടകശനി എന്നെയും കൊണ്ടേ പോവുള്ളൂ, എന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം പോവും. ആ കൂട്ടത്തിൽ അങ്ങ് കൂട്ടിയാൽ മതി. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതുപോലെ UDF എത്ര പണിയെടുത്താലും ഈ LDFന്റെ ഉറച്ച കോട്ടകളിൽ ഇനിയും ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് അങ്ങനെ ഒരു സന്ദേശം. അതൊന്നുമില്ല. ഇത് 100 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് 2001 100 സീറ്റ് കിട്ടിയത്. 99 + 1 100 കിട്ടിയത്. അന്ന് ചേലക്കര LDFിലായിരുന്നു. അപ്പൊ വേറെ 100 സീറ്റ് ഉണ്ട് നമുക്ക് ജയിക്കാൻ പറ്റിയത്. അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഞങ്ങൾ അവിടെ ജയിക്കും ചേലക്കരയിൽ. അത്രയും കുറച്ചുകൂടെ നല്ല കോൺഫിഡൻസ് ആയല്ല. അത്രയും കുറച്ചു 28,000 വോട്ട് ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് കുറയ്ക്കാം എങ്കിൽ കേരളത്തിൽ എത്ര സീറ്റുകൾ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിക്കോ. പിന്നെ 3000 വോട്ട് ജയിച്ച നിങ്ങൾ ഒന്നും കൂടി ഞാൻ പറയാം. തൃക്കാക്കരയിൽ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും വന്ന് എറണാകുളത്ത് ക്യാമ്പ് ചെയ്ത ഒരു മാസം ഇല്ലേ, ഒരു മാസം. KV തോമസിനെ അപ്പുറത്ത് കൊണ്ടുപോയി. ഒരു മാസം. PT തോമസ് ജയിച്ച വോട്ടിന്റെ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തില ഉമാ തോമസ് ജയിച്ചത്. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക, ഒന്നുമില്ല കയ്യിൽ. മന്ത്രിമാർ മുഴുവൻ ഇറങ്ങി ഇവിടെ. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ജയിച്ച സീറ്റിൽ 9000 വോട്ടിന് ജയിച്ച സീറ്റിൽ ഞങ്ങൾ ജയിച്ചത് 4 ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇല്ലേ, 36,000 വോട്ടിന്. പാലക്കാട് ഞങ്ങൾ 3000 ജില്ലാ വോട്ടിനാണ്, 4000ന്റെ താഴെയാണ് ഷാഫി ജയിച്ചത്. 5 ഇരട്ടി വോട്ടിലാണ് ഞങ്ങൾ ജയിച്ചത്. ചേലക്കര 40,000 വോട്ട് ജയിച്ചെടുത്ത് 12,000 കൊണ്ടുവന്നു. 28,000 വോട്ട് കുറച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാണ് അദ്ദേഹം. പാലക്കാട് LDF
മൂന്നാം സ്ഥാനത്തേക്ക് ദയനീയമായി പോയി. ചേലക്കരയിൽ LDFന്റെ വോട്ട് കുറഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഗുണ്ടാ വിളയാട്ടം. ആ വാർത്തകൾ പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവർ കയ്യൂക്കിലൂടെ പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് സഭയെ വേദിയാക്കുന്ന പ്രതിപക്ഷം ജനാഭിലാഷം മനസ്സിലാക്കുന്നില്ല. ശൈത്യകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കം. വഖഫ് നിയമ ഭേദഗതി ബിൽ അടക്കം 15 ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അദാനി വിഷയത്തിൽ രാജ്യസഭ ഇന്നേക്ക് പിരിഞ്ഞു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി ഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. NDAയിലെ പ്രധാന നേതാക്കൾ ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവരുമായി ചർച്ച നടത്തും. മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവയ്ക്കണമെന്ന് ഏക്നാഥ് ഷിൻഡെ ആവശ്യപ്പെട്ടതോടെയാണ് സ്പോട്ട്ലൈറ്റിലേക്ക് വീണ്ടും. തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസുകാരെ ആക്രമിച്ച കേസിൽ ഗുണ്ടകൾ അറസ്റ്റിൽ. കുപ്രസിദ്ധ ഗുണ്ട സ്റ്റംബർ അനീഷാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഗുണ്ടകളെ അണിനിരത്തിയുള്ള ജന്മദിനാഘോഷം പോലീസ് തടഞ്ഞതാണ് ഗുണ്ടകളെ പ്രകോപിപ്പിച്ചത്. SHO അടക്കമുള്ള പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷമൊക്കെ കാണാറുണ്ട്. പക്ഷെ ഇതിനിടപെട്ട ഈ ഗുണ്ട ആഘോഷം തടഞ്ഞതിന്റെ പേരിൽ പോലീസുകാരെ ആക്രമിക്കുന്ന സംഭവം അങ്ങനെ കേട്ടുകേൾവിയില്ലാത്തതാണ്. എന്താണ് നെടുമങ്ങാട് സംഭവിച്ചത്? അതിവേഗത്തിൽ തന്നെ പോലീസിന് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞോ? ടോം, ആലപ്പുഴയിൽ ഈ തരത്തിൽ ഗുണ്ടകൾ ഒത്തുകൂടി ജന്മദിനാഘോഷം സംഘടിപ്പിച്ച പരിപാടി ഉണ്ടായിരുന്നു. അന്ന് വാള് കൊണ്ടാണ് ബർത്ത്ഡേ കേക്ക് മുറിച്ചത്. ആ സംഭവത്തിന് പിന്നാലെ പോലീസുകാർ ഈ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഗുണ്ടകളുടെ ആഘോഷം അത് തടയാൻ പോലീസ് ആദ്യം ശ്രമിക്കുന്നു. ഇവർ ഒത്തുകൂടിയപ്പോൾ പോലീസ് ഇവരെ പിടികൂടാൻ വേണ്ടി എത്തുന്നു. ഈ സമയത്താണ് പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. 6 പോലീസുകാർക്ക്, CA ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതിന് ശേഷം 12 ഗുണ്ടകളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ സംഭവം ഇങ്ങനെയാണ്. സ്റ്റംബർ അനീഷ് എന്ന നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് ഉള്ള ഒരു കുപ്രസിദ്ധ ഗുണ്ടയാണ്. അവിടെ പ്രാദേശികമായി ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇയാളുടെ സഹോദരിയുടെ മകളുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് മറ്റ് സുഹൃത്തുക്കളെ അവരെല്ലാം തന്നെ ഈ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അവരെ വിളിക്കുന്നു. ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് മനസ്സിലാക്കി ഈ വീട്ടുകാരോട്, സ്ത്രീകളടക്കമുള്ള ആളുകളോട് ഇങ്ങനെ ഇവിടെ ആള് കൂടിയാൽ നടപടിയെടുക്കുമെന്ന കാര്യം നേരത്തെ തന്നെ അറിയിക്കുന്നു. പക്ഷേ അതിന് വഴങ്ങാതെ രാത്രിയോടുകൂടി ഗുണ്ടകളെല്ലാം കൂടി ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ, അതായത് ഈ സ്ത്രീകളുള്ള വീടല്ല മറ്റൊരു വീട്ടിലേക്ക് ഇവർ ആഘോഷം മാറ്റുകയും അവിടെ ഒത്തുചേരുകയും ചെയ്യുന്നു. ഈ വിവരമറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്കെത്തി. തുടർന്നാണ് പോലീസിന് നേരെയുള്ള ആക്രമണമുണ്ടായത്. ഈ കല്ലും അതോടൊപ്പം തന്നെ കമ്പും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ദേഹോദ്രവം ഏൽപ്പിച്ചു. 2 SIമാർക്ക് പരിക്കേറ്റു. 3 കോൺസ്റ്റബിൾമാർക്കും ആദ്യം പരിക്കേറ്റു. തുടർന്ന് ഈ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലായി ആ വീട്ടിലേക്ക് എത്തി. അപ്പോഴാണ് ഇവർക്ക് നേരെ വീണ്ടും അക്രമമുണ്ടായത്. ഇവരെല്ലാം തന്നെ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സ്റ്റംബർ അനീഷ് ഉൾപ്പെടെ 12 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രി തന്നെ 6 പേരെ പിടികൂടിയിരുന്നു. ഇപ്പോൾ മറ്റ് 6 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ഈ തരത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് വർക്കലയിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? വിനോദ്, നിലവില് 12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയും ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ? കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ? മാത്രമല്ല, വിനോദ് നേരത്തെ സൂചിപ്പിച്ചു ഈ പ്രതികളൊക്കെ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന. ഈ പിറന്നാൾ ആഘോഷത്തിന്റെ മറവിൽ ഒരു ലഹരി പാർട്ടി ആയിരുന്നു അവിടെ നടന്നത്. ടോം, അങ്ങനെ തന്നെയാണ്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ വരുന്നു, ഇങ്ങനെ ഒത്തുകൂടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടുകാരെ ഈ തരത്തിൽ ആളുകൾ കൂടിയാൽ നടപടിയെടുക്കുമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷവും ഇവർ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ മറ്റൊരു വീട്ടിൽ
എല്ലാ ഗുണ്ടകളും കൂടി ഒത്തുകൂടി എന്ന വിവരം പോലീസിന് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തുകയുമായിരുന്നു. തുടർന്ന് ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയാണ് ഗുണ്ടകൾ പ്രകോപിതരായത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ വർക്കലയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അവിടെ ഈ തരത്തിൽ ഒരു ക്രിമിനൽ കേസിന് ശേഷം ഈ പ്രതികളെല്ലാം ഒളിവിൽ താമസിക്കുകയും ഇവരെ പിടികൂടാൻ വള്ളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെല്ലുകയും ചെയ്തു. സമാനമായ രീതിയിലാണ് പോലീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ഈ സമയത്ത് മറ്റൊരു വള്ളത്തിൽ സഞ്ചരിക്കുകയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെള്ളത്തിൽ വീണ് മരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥർ കൂടി ഈ ഘട്ടത്തിൽ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. തുടരെ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ അതിന് തടയിടണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവിയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ്. അവിടെ ഈ കാപ്പ കേസിൽ സ്റ്റംബർ അനീഷ് കാപ്പ കേസിൽ പ്രതി കൂടിയാണ്. അനീഷിനെ ഉൾപ്പെടെ ഉള്ളവരെ പുറത്ത് സ്വതന്ത്രമായി വിടരുത് എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ ഇത് സമാനമായ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ സ്വതന്ത്രമായി വിടരുത്, ഇവരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം നടത്തുകയും ജില്ലാ ഭരണകൂടത്തിന് കൃത്യമായ റിപ്പോർട്ട് നൽകുകയും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുകയാണെങ്കിൽ ഇവരെ ജയിലിലടക്കുകയും ചെയ്യുക എന്ന കാര്യം. പക്ഷേ അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്ന ആരോപണം കൂടി ഒരു വശത്ത് ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ പലരും ഏതാണ്ട് 10ഓളം കേസുകളിൽ പ്രതികളാണ്. വധശ്രമമോ അല്ലെങ്കിൽ ഭവനഭേദനം, മോഷണം തുടങ്ങി പല കേസുകളിൽ പ്രതികളായ ആളുകളാണ്. ഇപ്പോൾ എടുത്തിട്ടുള്ള വകുപ്പുകൾ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത്, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇപ്പോൾ തന്നെ ഈ കേസിൻ്റെ ഭാഗമായി ചേർത്തിട്ടുണ്ട്. പക്ഷെ തുടർന്നുള്ള നടപടികളാണ് ഇവിടെ ചോദ്യമായി മാറുന്നത്. ഇത്തരത്തിൽ കേസിൽപ്പെടുന്ന ആളുകളെ എങ്ങനെയാണ് പുറത്തുവിടുന്നത്? കാപ്പ കേസിലെ പ്രതികളെ നിരീക്ഷിക്കാനുള്ള എന്ത് സംവിധാനമാണുള്ളത്? പോലീസ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പോലീസിനെ വെല്ലുവിളിച്ച് ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ അത് തീർച്ചയായും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് വീണ്ടും ഗുണ്ടാ വിളയാട്ടം നടക്കുന്നത്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പോലീസിന് നേരെയായിരുന്നു ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണമെങ്കിൽ കൊച്ചിയിലൊരു ഹോട്ടലിലാണ് ഗുണ്ടാ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ആവശ്യപ്പെട്ടപ്പോഴാണ് വടിവാൾ വീശി ഭീഷണിപ്പെടുത്തിയത്. ഗാന്ധിനഗറിലെ ഹോട്ടലിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പിടിയിലായവർ സ്ഥിരം കുറ്റവാളികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഡാനി ഇപ്പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘത്തിന്റെ ഗുണ്ടാ വിളയാട്ടത്തെ കുറിച്ചാണ് BV വിനോദ് റിപ്പോർട്ട് ചെയ്തത്. കൊച്ചിയിലും സമാനമായ രീതിയിൽ ഗുണ്ടകൾ അടിഞ്ഞാടുന്ന അവസ്ഥ. ഈ പിടിയിലായ 2 പേർ മാത്രമാണോ ഈ കേസിലുള്ളത്? കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോ? ടോം, നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു 4 പേരെങ്കിലും ഇവർക്കൊപ്പം ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഇതിൽ 2 പേരാണ് ഈ ക്യാഷ് കൗണ്ടറിന് അടുത്തേക്ക് വരികയും ഒപ്പം തന്നെ അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അതിലൊരാളാണ് തൻ്റെ അരയിൽ നിന്ന് വടിവാൾ ഊരി അത് മാരകമായ രീതിയിൽ അത് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് അയാൾക്ക് നേരെ ചൂണ്ടുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇവർക്കൊപ്പം മറ്റൊരാൾ കൂടി അതിന് അടുത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സംഘം അവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ മറ്റ് 2 പേർ കൂടി അവർക്കൊപ്പം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നഗരത്തിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലും ഗുണ്ടാ വിളയാട്ടം എന്ന രീതിയിൽ തന്നെ പലപ്പോഴും പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ പോലീസ് അതെല്ലാം ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും പറയുന്നത്. ഗുണ്ടകളെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് പലപ്പോഴും ഇത് സംബന്ധിയായ പരാതികളെല്ലാം തന്നെ ഉയരുകയും ചെയ്യുന്നു. ഇപ്പോൾ നഗരമധ്യത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പണം അത് കൊടുക്കുന്നത് സംബന്ധിയായ ഒരു കാര്യങ്ങളിലാണ് ഇങ്ങനെ ഒരു തർക്കം ഉടലെടുക്കുകയും തുടർന്ന് വടിവാൾ ഊരി അത് കഴുത്തിന് വയ്ക്കുന്ന രീതിയിലാണ് ഏതാണ്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ നടക്കുക എളുപ്പത്തിൽ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിൽ കൂടുതൽ എളുപ്പമെന്ന് പറയുന്നത് ഇവർ 2 പേർക്കും തന്നെ പല കുറ്റകൃത്യങ്ങളിലും അവർ പ്രതിയാവുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അതുകൊണ്ട് പോലീസുകാർക്ക് ഇവർ അപരിചിതരൊന്നുമല്ല, അവർക്ക് കൃത്യമായി അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ വലുതാണ്. കാരണം ഇത് വളരെ പരസ്യമായിട്ട് തന്നെയും നഗരമധ്യത്തിൽ തന്നെയും ഈ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അവർ കടന്നു വരാനായിട്ട് ധൈര്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതിന് കൃത്യമായ രീതിയിൽ ഇടപെടേണ്ടത്, കടിഞ്ഞാണിടേണ്ടതെല്ലാം തന്നെ പോലീസ് ഇടപെടൽ തന്നെയാണ് വേണ്ടത്. പോലീസ് കൃത്യമായ രീതിയിൽ അതിൽ പെട്രോളിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തുന്നുണ്ടെന്ന് ഒരു വശത്ത് അവകാശപ്പെടുമ്പോഴാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെയാണ് പോലീസിൻ്റെ ഒരു CCTV ക്യാമറ ദൃശ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടല്ല, പക്ഷെ നഗരത്തിലെ മറ്റ് കുറ്റകൃത്യങ്ങളിലെ
ഇടപെടാൻ കഴിയുന്നത് പോലീസിന്റെ CCTV ക്യാമറകളാണ്. പക്ഷെ ആവശ്യത്തിനുള്ളൊരു ഫുട്ടേജുകൾ പോലും അതിൽ നിന്ന് ലഭ്യമാകുന്നില്ല എന്നൊരു പരാതി പോലീസുകാർക്ക് തന്നെ ഇതിനകത്ത് ഉണ്ട്. അതിനിടയിൽ ഇവർ ആശ്രയിക്കുന്നത് മറ്റേ ഈ കടകളിലെയും ഇതുപോലുള്ള സാഹചര്യങ്ങളുമെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റൊന്നും പോലീസ് ക്യാമറകളുടെ ഈ തെരുവുകളുടെ ദൃശ്യങ്ങളൊന്നും തന്നെ പോലീസിന് ലഭ്യമായിട്ടുമില്ല. എന്തായാലും ഇത്തരം സംഘങ്ങളെല്ലാം അഴിഞ്ഞാടുന്നത് പോലീസിന്റെ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയെ നടുക്കുന്ന സംഭവമാണ് കഴിഞ്ഞ രാത്രി ഗാന്ധിനഗറിലെ ഹോട്ടലിൽ ഉണ്ടായത്. ഈ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് ആവശ്യപ്പെട്ടപ്പോൾ, പണം ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ തയ്യാറായില്ല. വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഡാനിയും വിനോദം സൂചിപ്പിച്ചതുപോലെ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസ് എന്തുകൊണ്ട് മടിക്കുന്നു? ഈ ഗുണ്ടാ വിളയാട്ടം ഇതുപോലെ വീണ്ടും ആവർത്തിപ്പിക്കപ്പെടാൻ കാരണം പോലീസിന്റെ വീഴ്ചയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കളമശ്ശേരി JC എബ്രഹാം കൊലക്കേസിൽ പ്രതി ഗിരീഷ് ബാബു അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവർ കയ്യൂക്കിലൂടെ പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം. സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് സഭയെ വേദിയാക്കുന്ന പ്രതിപക്ഷം ജനാഭിലാഷം മനസ്സിലാക്കുന്നില്ല. ശൈത്യകാല സമ്മേളനം ക്രിയാത്മകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കം. വഖഫ് നിയമ ഭേദഗതി ബിൽ അടക്കം 15 ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അദാനി വിഷയത്തിൽ രാജ്യസഭ ഇന്നേക്ക് പിരിഞ്ഞു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായി ഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. NDAയിലെ പ്രധാന നേതാക്കൾ ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവരുമായി ചർച്ച നടത്തും. മുഖ്യമന്ത്രി സ്ഥാനം പങ്കുവയ്ക്കണമെന്ന് ഏക്നാഥ് ഷിൻഡെ ആവശ്യപ്പെട്ടതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഓരോ പാർട്ടിക്കും നൽകേണ്ട മന്ത്രിമാരുടെ എണ്ണത്തിലും ഏകദേശ ധാരണയായിട്ടുണ്ട്. ഝാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. ഗവർണറെ കണ്ട ഹേമന്ത് സോറൻ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. സത്യപ്രതിജ്ഞ വരെ താൽക്കാലിക ചുമതലയിൽ തുടരാൻ ഗവർണർ ഹേമന്ത് സോറന് നിർദ്ദേശം നൽകി. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ പ്രതികൾ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ. ഈ മാസം 27 വരെയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചത്. അക്ഷിത, അലീന, അഞ്ജന എന്നിവരെയാണ് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ശശിനാരായണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യാ പ്രേരണയ്ക്കപ്പുറം ഒരു കൊലപാതക സാധ്യത കൂടി പരിശോധിക്കണമെന്നാണ് മരിച്ച അമ്മുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അതിന് മുതിരില്ല. മാത്രമല്ല, ഈ തെളിവ് നശിപ്പിച്ചതടക്കം അവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ പ്രതികളെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമ്പോൾ പോലീസ് ഏത് രീതിയിലായിരിക്കും ഇനി കേസിനെ കാണുക? പ്രതികളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയേണ്ടത്? കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന ആരോപണമുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ ഇവരെ 3 പേരെയും ചോദ്യം ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്നാണോ പോലീസിന്റെ കണക്കുകൂട്ടൽ? ടോം, അമ്മു സജീവിന്റെ കുടുംബം അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് ആരോപിക്കുന്നത്. ഈ 3 പ്രതികളായ അലീന, അക്ഷിത, അഞ്ജന എന്നിവർക്ക് പുറമെ മറ്റുള്ളവർക്കും ഈ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ പ്രതികളെ 3 പേരെയും പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഹാജരാക്കിയിരുന്നു. റിമാൻഡിലായ പ്രതികൾക്ക് ഇന്ന് അവരെ കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷ സമർപ്പിച്ചതിന്റെ ഫലമായി 3 പേരെയും ഇന്ന് പോലീസ് കസ്റ്റഡി വിടുകയും ചെയ്തു. 27-ാം തീയതി വരെയാണ് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡി വിട്ടിട്ടുള്ളത്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ വേണം. കൂടുതൽ മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. കുടുംബം ആരോപിക്കുന്ന പോലെ തന്നെ മറ്റാരെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അതുകൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യലും ഒപ്പം മൊഴിയെടുക്കലും പിന്നീട് ഹോസ്റ്റലിലും കോളേജിലും അത് ഈ 2 സ്ഥലങ്ങളിലും വിദ്യാർത്ഥികളെ ആവശ്യമെങ്കിൽ അവിടെയും ഉള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അത്തരം വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് പോലീസ് മുന്നോട്ട് വെച്ചത്. എന്തായാലും 3 പേരെയും പോലീസിന്റെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട്. 27-ാം തീയതി വരെയാണ് പോലീസ് കസ്റ്റഡിയുള്ള. ആ ദിവസം 3 ദിവസങ്ങൾ കൊണ്ട് കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഇനി അവശേഷിക്കുന്നത് അതുകൂടി കണ്ടെത്തി ഇതിന് ദുരൂഹത വല്ലതും ഉണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണ് പോലീസ്. കാരണം കുടുംബം മുന്നോട്ട് വെക്കുന്നത് ഹോസ്റ്റലിൽ
ഇവർ താമസിക്കുന്ന സമയത്ത് ഈ അമ്മു സജീവൻ താമസിക്കുമ്പോൾ തന്നെ കടുത്ത മാനസിക പ്രശ്നങ്ങൾ അമ്മ ഉണ്ടായിരുന്നത്. സഹപാഠികളിൽ നിന്നുള്ള സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ അമ്മുവിനുണ്ട്. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റൽ ചാടി അമ്മു ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഹോസ്റ്റൽ വാർഡനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതുപോലെ തന്നെ മഴ പെയ്ത സമയത്താണ് അമ്മു ചാടി ആത്മഹത്യ എന്ന് പറയുന്നു. അപ്പോൾ ഹോസ്റ്റലിന്റെ ഫ്രണ്ട് വശം മുൻവശത്ത് ചാടി മരിക്കുന്ന സമയത്ത് അവിടെ ചെളിയും മെറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യാ കേസിലാണ് 3 പ്രതികളെയും കോടതി 3 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചിട്ടുണ്ട്. പ്രതി ഗിരീഷ് ബാബു ഈ ജെയ്സി എബ്രഹാം മരിച്ച ദിവസം അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ അപ്പാർട്ട്മെന്റിലേക്ക് കൊലപാതകം നടക്കുന്നതിന് മുൻപ് മറ്റൊരു ഷർട്ട് ധരിച്ച് ഹെൽമറ്റ് ധരിച്ച് എത്തുന്നു. കൊലപാതകത്തിന് ശേഷം മടങ്ങിപ്പോകുന്നത് വേറൊരു ഷർട്ട് ധരിച്ച് ആണ്. ഡാനി പോളിലേക്ക് വേണ്ടി. ഡാനി, ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങളാണ്. എത്ര സമയത്തിനിടെ ആണ് ഈ സംഭവം നടന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതല്ലേ? ടോമ, ഉച്ചയോടുകൂടി ഇയാൾ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഇതിൽ മനസ്സിലാവുന്നത്. ഇതിൽ വ്യക്തമാകുന്നത് കൃത്യത്തിന് ശേഷം നേരത്തെ പോലീസ് പറഞ്ഞതോടുകൂടി പോലീസ് ഇക്കാര്യങ്ങളിൽ പറയുന്നത് ഇയാൾ ഇവിടേക്ക് വരികയും അതിനുശേഷം ഈ കൃത്യം നടത്തിയതിനു ശേഷം വളരെ ബോധപൂർവം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ ശ്രദ്ധിച്ചു തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ കൃത്യത്തിന് ശേഷം ഇയാൾ അവിടെ നിന്ന് ഷർട്ട് മാറി മറ്റൊരു ഷർട്ട് ഇട്ടു. കാരണം വന്ന ഷർട്ടിലെല്ലാം തന്നെ രക്തക്കറ പുരണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇയാൾ കൊണ്ടുവന്ന ഈ ടവല് കാര്യങ്ങളുണ്ട്, അതിൽ ആ ഡമ്പല പൊതിഞ്ഞെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു. വളരെ സസൂക്ഷ്മമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തത്. ഒരു ബാഗ് അയാളുടെ കയ്യിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒപ്പം തന്നെ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് ആ വഴി, അവിടേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ദൂരത്ത് ഇയാൾ ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി അതിനുശേഷം അവിടെ നിന്ന് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇയാൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം ഒരു ചുവന്ന ഷർട്ട് ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് വരുന്നു. അയാളുടെ കയ്യിൽ ബാഗുണ്ട്. വീട്ടിലേക്ക് കയറി പോകുന്നു. പിന്നീട് ഈ കൃത്യത്തിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഇയാൾ തിരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളും അതിനകത്തുണ്ട്. അതിൽ അപ്പോൾ മറ്റൊരു ഷർട്ട് ധരിച്ചിട്ടുണ്ട്, കയ്യിൽ ബാഗുണ്ട്. ഈ ഡമ്പൽ, ചോര പുരണ്ട ഡമ്പൽ മറ്റൊരു തുണി കൊണ്ട് പൊതിഞ്ഞ് അതിന് അകത്ത് വളരെ ഭദ്രമായി സൂക്ഷിച്ചാണ് ഇയാൾ അവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോഴെല്ലാം തന്നെയും ഇയാൾ ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു വീടിന് മുകളിലുള്ള ഒരു CCTV മാത്രമാണ് അവിടെയുള്ളത്. അത് കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് ഇയാൾ ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം അയാൾക്ക് അറിയാം. ഇവിടെ CCTV ക്യാമറകളുണ്ട്, അതിൽ താൻ പതിയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ഈ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് പോവുകയും തിരിച്ചിറങ്ങുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ഷർട്ട് ധരിച്ചുകൊണ്ട് അയാളെ അവിടെ നിന്ന് ഇറങ്ങി വരികയും. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടുപ്രതി ഖദീജയുടെ പങ്ക് ഈ കേസിൽ ഉണ്ട് എന്ന് പോലീസ് എങ്ങനെയാണ് വ്യക്തമായത്? ഈ CCTV ദൃശ്യങ്ങളിൽ ഈ കൂട്ടുപ്രതിയെ, ഈ സ്ത്രീയെ കുറിച്ചുള്ള യാതൊരു സൂചനകളും ഈ ദൃശ്യങ്ങളിലൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് പോലീസ് ഈ ഗിരീഷ് ബാബുവിനൊപ്പം സുഹൃത്ത് ഖദീജയ്ക്കും ഈ കേസിൽ പങ്കുണ്ടെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്? ടോം, ഇതിൻ്റെ ഒരു ഗൂഢാലോചന കാര്യങ്ങളിൽ, ഇത് നടപ്പാക്കുന്ന കാര്യങ്ങളിൽ അതുമായി ഇത് എന്തെല്ലാമാണ് ഇതിൽ വേണ്ടത്, അതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യമൊരുക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ തുടക്കം മുതലുണ്ടായിരുന്ന ഒരാളാണ് ഖദീജ എന്ന് പറയുന്നത്. ഖദീജ അങ്ങനെ ഈ ഗിരീഷ് ബാബുവിൻ്റെ മാത്രം സുഹൃത്തല്ല, ജെയ്സിയുടെ കൂടി സുഹൃത്താണ്. ജെയ്സിയാണ് ഗിരീഷ് ബാബുവിന് ഖദീജയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് അവരൊരുമിച്ച് ഈ ഫ്ലാറ്റിൽ പലതവണ വന്നിട്ടുണ്ട്, അവരിവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഈ ഗിരീഷ് ബാബുവിനെ പോലെ തന്നെ അവർക്കും നല്ല പരിചയമുള്ളതാണ്. ഇതിനുശേഷമാണ് ഇവർ ഒരുമിച്ചിരുന്ന് ആലോചിക്കുന്നത് ഈ കടബാധ്യതകൾ മറികടക്കുന്നതിന്. ഇതാണ് ഒരു എളുപ്പ വഴി എന്ന് രണ്ടുപേരും കൂടി ആലോചിച്ച് തീരുമാനം എടുക്കുന്നു, അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ഇതിലെല്ലാം ഈ വഴികളിലെല്ലാം തന്നെയും ഒരു ആലോചനയുടെ കാര്യത്തിൽ, ഗൂഢാലോചനയിൽ കൃത്യമായ ഒരു പങ്കാളിയായിക്കൊണ്ട് ഖദീജയുണ്ട്. ഇതിൻ്റെ തുടക്കം മുതലുണ്ട്. അവരോട് സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് പോകുന്നത്. അത് മാത്രവുമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ഖദീജയോട് ഫോണിൽ സംസാരിക്കാതിരിക്കാനായിട്ട് ഇരുവരും പ്രത്യേകം ശ്രദ്ധിക്കുക
മർദ്ദിക്കുകയും എല്ലാം ചെയ്തതായിട്ട് പോലീസിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണത്തിന് ഒടുവിലാണ്, ഇതിന് ശേഷം പോലീസിന് സംശയം തോന്നിയുള്ള നിരീക്ഷണത്തിനൊടുവിലാണ് ഇവരും തമ്മിലുള്ള ഒരു അടുത്ത ബന്ധവും ഇവർക്കിതിൽ പങ്കുണ്ടായി എന്നുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ പോലീസിന് ബോധ്യപ്പെടുകയും ഇപ്പോൾ അവർ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവർ തന്നെയാണ്, ഇവർക്ക് സ്വർണ്ണാഭരണങ്ങളടക്കം ഇവർക്ക് ഉണ്ട്, ഇവരുടെ കയ്യിൽ പണമുണ്ട്, അപ്പോൾ ഇത് കവർച്ച ചെയ്യാമെന്നതെല്ലാം കാര്യങ്ങളും ഇയാളെ ഉപദേശിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. തുടർന്നാണ് ഈ കൃത്യം ആസൂത്രണം ചെയ്യുകയും ഇവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ഈ ഹെൽമെറ്റ് ധരിക്കുക, തുടർന്ന് ഈ രീതിയിലെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അത്തരം ആസൂത്രണങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതിലെല്ലാം തന്നെയും ഇവരുടെയും പങ്ക് സ്ഥിരീകരിച്ചത് കൊണ്ടാണ് അവരെ ഇതിൽ കൂട്ടുപ്രതിയാക്കിയത്. തെളിവെടുപ്പിന് ഗിരീഷിനെ മാത്രമാണ് കൊണ്ടുപോയത്. എന്നാൽ ഗൂഢാലോചനയിൽ ഇവർക്കുള്ള പങ്ക് പോലീസ് നിസ്സംശയം ബോധ്യമായിട്ടുണ്ട്, തെളിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ രണ്ടുപേരുടെയും പങ്കാളിത്തമാണ് പോലീസ് ഉറപ്പിക്കുന്നത്. മറ്റാരുടെയും ഇടപെടൽ ഇല്ല എന്ന് തന്നെയാണ് ഈ സമയത്ത് തെളിവുകളുടെ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരിയെ സംബന്ധിച്ച് ഏറെ നടുക്കമുണ്ടാക്കിയ വാർത്തയായിരുന്നു JC എബ്രഹാമിന്റെ കൊലപാതക സംഭവം. നടന്ന ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞത്. ഈ കേസിലെ മുഖ്യപ്രതി ഗിരീഷ് ബാബു കൊലപാതകം നടക്കുന്ന ദിവസം അപ്പാർട്ട്മെന്റിലേക്ക് ഹെൽമറ്റ് ധരിച്ച് നടന്നുവരുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട